ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 62. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവൻ കയ്യിൽ നിന്നു വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മുടെ രക്ഷയായും പാറയായും ഇരിക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും ദൈവം കൈവിടില്ല. 2013 ഞാൻ ജോലിക്ക് പോയില്ല. ജോലി നിർത്തിയതിന് പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആട് മേയ്ക്കുവാൻ തുടങ്ങി. ആട് വാങ്ങി. അപ്പോൾ കാട്ടിൽ ആട് മേയ്ക്കും, കുന്നും പുറത്ത് ആട് മേയ്ക്കും. അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബൈബിൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആട് മേയ്ക്കാൻ പോകുമ്പോൾ എനിക്ക് 10-50 ആടുണ്ടായിരുന്നു, കുട്ടികളും ആടുകളൊക്കെ. അപ്പോൾ ഞാൻ ആട് മേയ്ക്കാൻ പോകുമ്പോൾ എൻ്റെ കുട്ടികളിനൊക്കെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ ഒരു 10 മണിയാകുമ്പോൾ ആടിനെ കഴിച്ച് വിട്ട് തൊഴുത്ത് വൃത്തിയാക്കി ആട് മേയ്ക്കാൻ പോകും, കുന്നും പുറത്ത് കാട്ടിലൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വടിയെടുക്കും, ഒരു സഞ്ചി എടുക്കും, ഒരു കുപ്പിയിൽ വെള്ളം എടുക്കും. ഞാൻ ആ സഞ്ചിയിൽ ഒരു ബൈബിൾ എടുത്ത് വയ്ക്കും. കാട്ടിൽ കൊണ്ടുപോയി ആടുകളെല്ലാം മേയ്ക്കാൻ വിട്ടിട്ട് മരത്തിൻ്റെ ചോട്ടിലും ചെടികളുടെ ചോട്ടിലും പാറപ്പുറത്തും ഇരിക്കും. ഇരുന്ന് കർത്താവിൻ്റെ വേദങ്ങൾ പഠിക്കും, സങ്കീർത്തനങ്ങൾ പഠിക്കും. അങ്ങനെ സങ്കീർത്തനങ്ങൾ ആ സമയങ്ങളിൽ കൂടുതൽ കാട്ടിലും വീട്ടിലെല്ലാം ഇരുന്ന് സങ്കീർത്തനങ്ങൾ പഠിക്കും. ഇന്ന് ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ ആടുമേയ്ക്കില്ല. ഞാനൊരു വീട് പണിതു, 2 നില വീട് പണിയുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. ആ സമയങ്ങളിൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ നോക്കണം, ആടുകളെ നോക്കണം, എല്ലാം നോക്കണം. ആ സമയങ്ങളിൽ ഞാൻ ആടുകളെല്ലാം വിറ്റു. അതിൻ്റെ ശേഷം ഞാൻ ആട് മേയ്ക്കാൻ പോയിട്ടില്ല. കാട്ടിലും വീട്ടിലെല്ലാം ഞാൻ പോകുമ്പോഴെല്ലാം എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ എടുത്ത് വെച്ച് വേദങ്ങൾ പഠിച്ച് ആടുകളുടെ പിന്നാലെ ഞാൻ കർത്താവിൻ്റെ പാട്ടുപാടി വചനം പറഞ്ഞ് നടന്നു. സ്വർഗത്തിൽ ദൈവം സമൃദ്ധിയായി എന്നെ അനുഗ്രഹിച്ച്. ദൈവമക്കളെ, ഇന്ന് എനിക്ക് ഒന്നിനും കുറവില്ല. ഞാൻ ഇന്ന് പണിക്ക് പോകേണ്ട കാര്യമേ ഇല്ല. എൻ്റെ ദൈവം എന്നെ വിശ്രമിക്കാൻ വിട്ടു. എനിക്ക് 45 വയസ്സായിട്ടുള്ളൂ. എന്നെ വിശ്രമിക്കാൻ വിട്ടു. ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം കൈവിടില്ല. അതിന് ഞാൻ സാക്ഷിയാണ്. ദൈവം ഓലപ്പരയിൽ ഇരുന്ന് എന്നെ കർത്താവ് ടെറസ് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. 1 വീടല്ല 2 വീട് എനിക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രഭുക്കന്മാരുടെ കൂടെ തന്നെ കർത്താവ് എന്നെ കൊണ്ട് ഇരുത്തി. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്നു കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ആ വചനം എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായി. ദൈവമക്കളെ, അതിന് സാക്ഷിയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടില്ല. ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.